കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പൊ എന്റെ സിസ്റ്റർ കൂടിയുണ്ട്, ഇദ്ദേഹം ജോലിക്ക് കയറിയിട്ട് 4 വർഷമായി. അപ്പം നമുക്ക് ടിപ്സ് ചോദിക്കാം. അതായത് നമ്മള് വീട്ടിലിരുന്ന് പഠിക്കുന്നതാണോ നല്ലത്, കോച്ചിങ്ങിന് പോയി പഠിക്കുന്നതാണോ നല്ലത്? നമുക്ക് PSC സ്റ്റാർട്ടിങ്ങിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസ് കിട്ടാൻ കോച്ചിങ്ങിന് പോകുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും സ്റ്റാർട്ടിങ്. പിന്നെ നമ്മുടേതായ രീതിയിൽ നമുക്ക് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഈ വർഷങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കാം? കുറേ വർഷങ്ങൾ ഉണ്ടാവില്ല ഓർത്ത് വെക്കാനായിട്ട്. അതിങ്ങനെ ഓരോ നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോ പേജിൽ ഓരോ വർഷം വലുതാക്കി എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ഓരോ ഭാഗം കവർ ചെയ്ത് പോകുമ്പോഴും ആ വർഷങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അതാത് പേജിൽ നോട്ട് ചെയ്ത് വെക്കും. പിന്നീട് നോക്കുമ്പോൾ അത് എളുപ്പമായിട്ട് കിട്ടും. അപ്പൊ തുടക്കക്കാരൊക്കെ ഈ 15 മണിക്കൂർ 16 മണിക്കൂറൊക്കെ പഠിക്കുന്നതാണോ നല്ലത്, അതോ ചെറുതിയിൽ നിന്ന് തുടങ്ങുന്നതാണോ നല്ലത്? മൈൻഡ് റിലാക്സ് ചെയ്ത് ചെറുതിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിന് ഒരു മടുപ്പ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര പഠിച്ചാലും സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരു ആ രീതിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് ഭാഗമാണ് കവർ ചെയ്യുന്നതെങ്കിലും എല്ലാ ദിവസവും കുറച്ചായിട്ട് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എത്ര മണിക്കൂർ പഠിക്കായിരുന്നു? ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഒരു 5 മണിക്കൂർ അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നുള്ളൂ. പിന്നെ കൊറോണ ടൈമൊക്കെ ആയപ്പോൾ ഒരു 15 to 17 മണിക്കൂർ വരെ ടൈം ടേബിൾ ഇട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികൾക്കായിട്ട് ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? ടിപ്സ് എന്ന് പറയാ കൺസിസ്റ്റന്റ് ആയിരിക്കാം. കൺസിസ്റ്റൻസി വേണം. കുറച്ച് ഭാഗമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കവർ ചെയ്ത് പോകണം. പിന്നെ മറ്റൊരാളുടെ കോഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ ഓരോ ഭാഗം കവർ ചെയ്യുമ്പോൾ നമ്മുടേതായ ഐഡിയാസ് വെച്ചിട്ട് കോഡ്സ് ഉണ്ടാക്കുക. അത് നമ്മുടെ മെമ്മറിയിൽ കയറാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. താങ്ക് യു.